എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു. അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളല്ല, കേരള PSC ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നവംബർ മാസം 28-ാം തീയതി ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കേരള PSC വിളിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ആണ്. നമുക്കറിയാം, ജയിലറിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഒപ്പം തന്നെ നമ്മളുടെ SI പോസ്റ്റ് ഒക്കെ എന്ത് ചെയ്യാണ്, PSC വിളിക്കാനായിട്ട് പോവാണ്. അതിൽ തന്നെ നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ അഡ്വൈസ് കുറവാണ്. അതേപോലെ തന്നെ നമുക്കറിയാം വേക്കൻസീസ് കുറവാണ്. പക്ഷെ എങ്കിൽ കൂടിയും അപ്ലൈ ചെയ്യാൻ പറ്റാത്തവരെ ഇനി അത് ഓർത്തിട്ട് ഒരു കാര്യമില്ല, ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മുന്നിലേക്ക് ഇനി വരാൻ പോകുന്ന ഏറ്റവും മികച്ച ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഈ മാസം, അതായത് നവംബർ 28-ാം തീയതി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ നിങ്ങൾ അറിയേണ്ട കാര്യം, ആദ്യമേ തന്നെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്. ഇനി ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം, അതായത് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരാണെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയാ, ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ 2026-ലെ സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ആദ്യത്തെ ചുവടുവെപ്പാണ് ഈ ഒരു വീഡിയോ. അതായത് കണ്ട് മനസ്സിലാക്കുക, അപ്ലൈ ചെയ്യുക, പഠനം ആരംഭിക്കുക, ജോലിയിൽ കയറുക. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങളിപ്പം ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിലുണ്ട്. അപ്പൊ അടുത്തത് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ കേരള PSCയുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ സെന്ററോ കമ്പ്യൂട്ടർ സെന്ററിലോ ഒന്ന് പോയിട്ട് ആദ്യമേ തന്നെ 1 ടൈം പ്രൊഫൈൽ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഒക്കെ അപ്ലോഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. ഇനി നവംബർ മാസം 28-ാം തീയതി PSC വിളിക്കാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് വിവിധ യൂണിവേഴ്സിറ്റി. നമുക്കറിയാം, കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, MG യൂണിവേഴ്സിറ്റി ഉണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്, അല്ലെ? അപ്പൊ ഇതിലെ തൊട്ടൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ നിങ്ങൾ ജോലിയിൽ കയറി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുകയും ഇൻ ഹാൻഡ് അത്യാവശ്യം നല്ല പേ സ്കെയിൽ കിട്ടുന്ന ഒരു ജോലിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പരീക്ഷ അവസാനമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് 2023, അതായത് 30/11/2022, അതായത് നവംബർ മാസം 30-ാം തീയതി 2022 നോട്ടിഫിക്കേഷൻ വന്നിട്ട് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി 4/1/2023 ഓക്കെ, അന്ന് നമുക്ക് ഏകദേശം പേ സ്കെയിലൊക്കെ മാറ്റം കേട്ടോ. പേ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് TA DA ഒക്കെ കൂടിയിട്ട് ഡിയർ അലവൻസസ്, ട്രാവൽ അലവൻസ്, അതായത് വിവിധ യൂണിവേഴ്സിറ്റിയിലും ഡിഫറെന്റ് ആണ്. അപ്പോൾ അതനുസരിച്ച് വ്യത്യാസം യൂണിവേഴ്സിറ്റി അനുസരിച്ച് എന്തായാലും നമുക്കൊരു 50, അതായത് എല്ലാം കട്ടിങ് കഴിഞ്ഞ് 50, അതായത് ഒരു 45-നും 50-നും ഇടയിലായിട്ട് ഇൻ ഹാൻഡ് സാലറി കിട്ടുന്ന ഏറ്റവും മികച്ചൊരു ജോലിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം, ഈ ഒരു പരീക്ഷയുടെ അവസാനത്തെ നിയമന നില എടുത്ത് നോക്കിക്കഴിഞ്ഞാല് വിവിധ യൂണിവേഴ്സിറ്റിയില് റാങ്ക് ലിസ്റ്റ് എക്സാം കഴിഞ്ഞ, അതായത് വിവിധ ഘട്ടങ്ങളായിട്ട് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നമുക്ക് 3 ഫേസ് ആയിട്ടാണ് പ്രിലിമിനറി എക്സാം, അതായത് ഫസ്റ്റ് ഒരു എക്സാം ഉണ്ടാകും. അത് നമുക്കിപ്പോ വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, SBCID, CAT തുടങ്ങിയ വിവിധ ഡിഗ്രി ലെവൽ പരീക്ഷകൾ PSC ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ആദ്യമേ ഒരു ഒറ്റ എക്സാം എഴുതും. ആ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 50 to 60 റേഞ്ചിനുള്ളിലാണ് കട്ട് ഓഫ് ഒക്കെ വരാറുള്ളത്. ഒരു 50 ഒക്കെ 55 ഒക്കെ വരുമ്പം നമുക്ക് ആ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് മെയിൻസ് എക്സാം നടത്തും. അപ്പൊ മെയിൻസ് എക്സാം ഒറ്റ ദിവസം, അതായത് ഓഗസ്റ്റ് 25-ാം തീയതിയായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എക്സാം കഴിഞ്ഞ് 11/3, അതായത് മാർച്ച് 11-ാം തീയതി 2024 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, മെയിൻ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം വരെയുണ്ട്. അപ്പൊ എപ്പോഴായിരിക്കും, 2027, അല്ല ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 2025. അപ്പൊ 2025 നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് നമുക്കറിയാം 2026 മിഡ് ആകുമ്പോഴത്തേക്കും പ്രിലിംസും മെയിൻസും എല്ലാം കഴിഞ്ഞ് 2027 മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്ക് ലിസ്റ്റിൽ എന്ത് ചെയ്തിരിക്കണം, നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പോഴേ മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാലാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആ പേര്, നിങ്ങളുടെ പേര് അതിൽ ആദ്യത്തെ 100ന്റെ ഉള്ളിൽ വരുള്ളൂ.
അപ്പൊ ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മൾ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, അതിനു വേണ്ടിയിട്ട് പഠനം ആരംഭിക്കുക. തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് എത്തണമെങ്കിൽ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ഒന്ന് ക്ലേ ഒക്കെ എന്താ നമ്മൾ മോൾഡ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മളെ തന്നെ മോൾഡ് ചെയ്തെടുത്താലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് നമുക്ക് പറ്റുള്ളൂ. നമ്മൾ നമ്മുടെ മക്കളോടോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണ് മക്കളോട് പറയടാ പഠിക്കുക എന്നുള്ളത്. അതുപോലെ നമ്മൾക്ക് ആ ഒരു തോന്നൽ വേണം. ഇപ്പൊ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ, പ്രൈവറ്റ് ജോലി ഇരിക്കുന്നവരാണെങ്കിൽ നമുക്കൊരു ഗവൺമെന്റ് ജോലി അറ്റൈൻ ചെയ്യാന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പാഷൻ ആണോ? അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വേണം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കാനായിട്ട്. മറ്റുള്ളവരുടെ ആ ഒരു പുഷ് കൊണ്ടൊന്നുമല്ല. നമ്മുടെ ജോലി, നമുക്ക് ഗവൺമെന്റ് ജോലി വേണം, എനിക്ക് പഠിച്ചു നേടണം, എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇതാക്കണമെന്ന് നിങ്ങൾ മാത്രം തീരുമാനിച്ചാലാണ് മുന്നോട്ടുള്ള ജീവിതം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാറ്റാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ട് കയറുന്ന ആദ്യത്തെ ഒരു വ്യക്തി പ്രൊമോഷൻ വഴി പോകുന്നത് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആണ്. അത് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് സെക്ഷണൽ ഓഫീസർ ആണ്. വീണ്ടും സെക്ഷണൽ ഓഫീസറിലേക്ക് പോയി അസിസ്റ്റന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, അതിനുശേഷം വരുന്ന ഒരു ഹൈ ലെവൽ പോസ്റ്റ് ആണ് ജോയിന്റ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രൊമോഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ഒരു ജോലി, ചെറിയൊരു പ്രായത്തിലൊക്കെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റ് ആണ് കേട്ടോ. അത്യാവശ്യം പേ സ്കെയിലും നമ്മളുടെ ലൈഫ് സ്റ്റാൻഡേർഡും ആ ഒരു സൊസൈറ്റിയിലെ സ്റ്റാൻഡേർഡൊക്കെ നമുക്ക് മാറുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരാൻ പോകുന്നത്? നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് നവംബർ 28-ാം തീയതിയാണ്. ഇനി ഇതിന്റെ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 11/11/2025 ഓക്കെ. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ഈ മാസം നവംബറിൽ തന്നെ അതായത് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട്. 300 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത് കേട്ടോ. 300 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടതെന്ന് അറിയണ്ടേ? കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിനും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനും കാറ്റിനും SBCIDക്കും തുടങ്ങിയ എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള പ്രിലിംസിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് 3500 ആണ് കോഴ്സ് ഫീ വരുന്നത്. ഇതിൽ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ കുറെ റാങ്ക് ഫയൽ എടുത്ത് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും മികച്ചത് ഓരോ നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് പ്രിപ്പയർ ചെയ്തിരിക്കും. നമ്മളുടെ ഫാക്കൽറ്റീസ് റാങ്ക് ലിസ്റ്റിലുള്ള ഏറ്റവും മികച്ച ടീച്ചേഴ്സ് ആണ്. അപ്പൊ അവരൊരു ദിവസം നമ്മൾ കൂടിയിരുന്നിട്ടാണ് സ്റ്റഡി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ നൽകുന്നത്. ഒരു ദിവസം നിങ്ങൾ എന്ത് പഠിക്കണം? 3 സബ്ജക്ട്, അതിന്റെ PDF നോട്ട്സ്, അതിന്റെ എക്സാം. അങ്ങനെ ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 തുടങ്ങി 150 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ടേം ബാച്ച് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. കൂടുതൽ അറിയാനായി ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം എന്ത് ചെയ്താൽ മതി? ഒന്ന് ഫില്ല് ചെയ്താൽ മതി. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻസ്, ക്ലാസ്സുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ആപ്പ് വഴി, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വഴി, നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.